നമസ്കാരം. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെ തുടർന്ന് രാജ്യം വലിയൊരു രാഷ്ട്രീയ പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്ന കാഴ്ചയ്ക്കാണ് സമകാലിക ലോകം സാക്ഷ്യം വഹിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തി മാസങ്ങളോളം വൈകിച്ച സംസ്കാര ചടങ്ങുകൾ ജനങ്ങളിൽ വലിയ തോതിലുള്ള അതൃപ്തിക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഒരു വശത്ത് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നാണയപ്പെരുപ്പത്തിലും വലയുമ്പോൾ മറുവശത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഭരണകൂടത്തിൻ്റെ മുൻഗണനകളെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ അന്ത്യയാത്ര കേവലം ഒരു സംസ്കാര ചടങ്ങ് എന്നതിനുമപ്പുറം ഇറാൻ്റെ ആഭ്യന്തര തകർച്ചയുടെയും ഭരണകൂട ഭീകരതയുടെയും ജനകീയ പ്രതിരോധത്തിൻ്റെയും നേർചിത്രമായി മാറിയിരിക്കുകയാണ്. ജർമ്മൻ മാധ്യമമായ വെൽറ്റ് പുറത്തുവിട്ട രഹസ്യരേഖകൾ പ്രകാരം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഖമനേയിയുടെ വിലാപയാത്രയ്ക്കിടയിൽ ഉണ്ടാകാനിടയുള്ള വൻ ജനത്തിരക്കും കടുത്ത ചൂടും കാരണം ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടേക്കാമെന്ന് ഇറാൻ്റെ ദുരന്ത നിവാരണ വിഭാഗം തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. 15,000-നും 5,000-നും ഇടയിൽ ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ടെഹ്റാനിലെ പ്രധാന സെമിത്തേരിയിൽ 5,000-ത്തിലധികം പുതിയ കല്ലറകൾ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഇറാനിൽ നടന്ന പ്രമുഖ നേതാക്കളുടെ വിലാപയാത്രകളിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾ മരിച്ച ചരിത്രം ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. വൻതോതിലുള്ള ജനപങ്കാളിത്തം കാണിച്ച് തങ്ങൾക്ക് ഇപ്പോഴും ജനപിന്തുണയുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഭരണകൂടം ശ്രമിക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. കടുത്ത പട്ടിണിയും പണപ്പെരുപ്പവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ചടങ്ങുകൾക്കായി പ്രാദേശിക വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഭരണകൂടം നിർബന്ധിതമായി പണം പിരിച്ചെടുക്കുകയാണ്. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷണത്തിൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയും ചെലവ് വഹിക്കാൻ സ്വകാര്യ കമ്പനികളെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിർബന്ധിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റൊട്ടിയുടെ വില കുത്തനെ കൂട്ടിയതിനു ശേഷം വിലാപയാത്ര നടക്കുന്ന വഴികളിൽ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്ത് ആളുകളെ ആകർഷിക്കാൻ നോക്കുന്ന ഭരണകൂട തന്ത്രത്തിനെതിരെ ജനങ്ങളിൽ കടുത്ത അമർഷമുണ്ട്. കറുത്ത വസ്ത്രങ്ങൾക്ക് പകരം തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഈ ദുഃഖാചരണത്തെ പ്രതിരോധിക്കണമെന്ന ആഹ്വാനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് ജനങ്ങളുടെ നിശബ്ദ വിപ്ലവത്തിൻ്റെ സൂചനയല്ലാതെ മറ്റെന്താണ്? ഭരണകൂടം ഇത്തരം ആഡംബരങ്ങൾക്കായി പണമൊഴുക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രകൃതി സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ്. ഉദാഹരണത്തിന് ഇറാൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സാഗ്രോസ് വനമേഖലയിൽ എല്ലാ വേനൽക്കാലത്തും ഉണ്ടാകുന്ന കാട്ടുതീ അണക്കാൻ യാതൊരുവിധ ആധുനിക സജ്ജീകരണങ്ങളും ഭരണകൂടം ഒരുക്കുന്നില്ല. വനസംരക്ഷണത്തിനായുള്ള ബജറ്റ് പകുതിയിൽ അധികമായി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സാധാരണക്കാരായ ഗ്രാമീണരും സന്നദ്ധ പ്രവർത്തകരും കൈക്കോട്ടുകളും മരച്ചില്ലകളും വെള്ളക്കുപ്പികളുമായിട്ടാണ് തീപിടുത്തത്തെ നേരിടുന്നത്. സുരക്ഷാ വസ്ത്രങ്ങളോ പരിശീലനമോ ഇല്ലാതെ കാട്ടുതീയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് മൂലം താഗി ചങ്കൽവായിയെ പോലെയുള്ള നിരവധി സാധാരണക്കാരുടെ ജീവനാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത്. പ്രകൃതിയും മനുഷ്യനും വെന്തുരുകുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി കോടികൾ ദൂർത്തടിക്കുന്ന ഭരണകൂട വൈരുദ്ധ്യം ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുന്നു. ആഭ്യന്തരമായി ഉയരുന്ന ജനരോഷത്തെയും പ്രതിഷേധങ്ങളെയും ക്രൂരമായ അടിച്ചമർത്തലുകളിലൂടെയും വധശിക്ഷകളിലൂടെയുമാണ് ഇറാൻ്റെ ജുഡീഷ്യറിയും സുരക്ഷാ ഏജൻസികളും നേരിടുന്നത്. ജനുവരിയിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 5 യുവാക്കൾക്ക് ദൈവത്തോടുള്ള ശത്രുത എന്ന കുറ്റം ചുമത്തി കോടതി വധശിക്ഷ വിധിക്കുകയുണ്ടായി. രാഷ്ട്രീയ തടവുകാരായ മെഹ്ദി നാസർ, മഹനാസ് ചൗർദലി എന്നിവർക്കെതിരെ കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷയും കഠിന തടവും വിധിച്ചതും ഇതിനോടകം വലിയ വിവാദമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനിൽ നടപ്പിലാക്കുന്ന വധശിക്ഷകളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് രാജ്യം ഇപ്പോൾ വധശിക്ഷകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിൻ്റെ ഈ അടിച്ചമർത്തൽ നയങ്ങൾ രാജ്യത്തിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വിദേശ മണ്ണിൽ ജീവിക്കുന്ന വിമർശകർക്ക് നേരെയും ഇത് നീളുന്നുണ്ട്. ലണ്ടനിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ പൗരിയ സെറാത്തിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ റൊമാനിയൻ സ്വദേശികളായ 2 വാടക കൊലയാളികൾക്ക് ബ്രിട്ടീഷ് കോടതി ശിക്ഷ വിധിച്ച സംഭവം ഇതിന് തെളിവാണ്. ഇറാൻ്റെ ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടന്നതെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ വിമർശകരെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടം ക്രിമിനൽ സംഘങ്ങളെ വിലക്കെടുക്കുന്നുവെന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ആത്യന്തികമായി അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക സന്ധിയിലാണ് നടക്കുന്നത്. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിൻ്റെ ധൂർത്തും വനനശീകരണവും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും ചേർന്ന്
രാജ്യത്തെ ആഭ്യന്തരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഭയത്തിൻ്റെ നിഴലിൽ ജനങ്ങളെ നിർത്തി അധികാരം നിലനിർത്താൻ ഭരണകൂടം ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ആഭ്യന്തരമായി ശക്തിപ്പെടുന്ന ജനകീയ പ്രതിരോധങ്ങളും ഇറാൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചനാതീതമാക്കുന്നു. ഖമനേയിയുടെ അന്ത്യം ഒരു വ്യക്തിയുടെ വിയോഗം എന്നതിനുമപ്പുറം ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതിയുടെ അന്ത്യത്തിൻ്റെ തുടക്കമാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചരിത്രപരമായും സമകാലികമായും ഇറാൻ ഭരണകൂടം തങ്ങളുടെ വിമർശകരെയും രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്താൻ കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ വിമർശകരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനായി ഇറാൻ കൂട്ടക്കല്ലറുകൾ ഒരുക്കുന്നുണ്ടോ എന്ന ചോദ്യം കടുത്ത ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകളും മനുഷ്യാവകാശ സംഘടനകളുടെ കണ്ടെത്തലുകളും പരിശോധിക്കുമ്പോൾ ഇറാൻ ഭരണകൂടം തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നതിൻ്റെ സൂചനകൾ വ്യക്തമാണ്. മുൻകാലങ്ങളിൽ ഇറാനിൽ നടന്ന വൻകിട നേതാക്കളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 100-ലധികം ആളുകൾ മരണപ്പെട്ട ചരിത്രമുണ്ട്. കടുത്ത ചൂടും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിലാപയാത്രയിലെ ജനത്തിരക്കും കാരണം ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും മരണങ്ങളും മുൻകൂട്ടി കണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കല്ലറകൾ ഒരുക്കിയത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. എങ്കിലും ഒരു സംസ്കാര ചടങ്ങിനായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചേക്കാമെന്ന് ഭരണകൂടം തന്നെ കണക്കുകൂട്ടുന്നതും അതിനായി കല്ലറകൾ ഒരുക്കുന്നതും ഇറാൻ്റെ സുരക്ഷാ ആസൂത്രണത്തിലെ പാളിച്ചകളെയും ജനങ്ങളോടുള്ള ഭരണകൂടത്തിൻ്റെ സമീപനങ്ങളെയുമാണ് കാണിക്കുന്നത്. അതേസമയം ഇറാനിൽ കൂട്ടക്കല്ലറകൾ എന്നത് ഒരു പുതിയ പ്രതിഭാസമല്ല എന്നതും ശ്രദ്ധേയമാണ്. വിയോജിക്കുന്നവരെയും വിമർശകരെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടം മുൻകാലങ്ങളിൽ കൂട്ടക്കൊലകൾ നടത്തി എന്നതിന് വ്യക്തമായ ചരിത്രരേഖകളുണ്ട്. പ്രത്യേകിച്ച് 1988 അയത്തുള്ള ഖൊമേനിയുടെ ഭരണകാലത്ത് രാജ്യത്തെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന 10,000-കണക്കിന് രാഷ്ട്രീയ തടവുകാരെയാണ് രഹസ്യ വിചാരണയിലൂടെ ഭരണകൂടം കൂട്ടത്തോടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. അന്ന് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഖവാരാൻ പോലെയുള്ള വിജനമായ പ്രദേശങ്ങളിൽ കൂട്ടക്കല്ലറകൾ നിർമ്മിച്ച് രഹസ്യമായി അടക്കം ചെയ്യുകയായിരുന്നു. ഈ കൂട്ടക്കല്ലറകളുടെ അവശിഷ്ടങ്ങൾ നശിപ്പിക്കാനും അത് ജനശ്രദ്ധയിൽ പെടാതിരിക്കാനും ഇന്നും ഇറാൻ ഭരണകൂടം കടുത്ത ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കറുത്ത ചരിത്രമാണ് പുതിയ സാഹചര്യങ്ങളിൽ കല്ലറകൾ നിർമ്മിക്കപ്പെടുമ്പോൾ ജനങ്ങളിലും അന്താരാഷ്ട്ര സമൂഹത്തിലും കടുത്ത ഭീതിയും സംശയവും ജനിപ്പിക്കുന്നത്. ഇറാനിലെ നിലവിലെ മനുഷ്യാവകാശ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ പരസ്യമായ കൂട്ടക്കൊലകൾക്ക് പകരം ജുഡീഷ്യറിയെ ആയുധമാക്കിയുള്ള അടിച്ചമർത്തലുകളാണ് ഭരണകൂടം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനുവരിയിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത യുവാക്കൾക്കും സ്ത്രീകളായ രാഷ്ട്രീയ തടവുകാർക്കും നേരെ ദൈവത്തോടുള്ള ശത്രുത, ഭരണകൂടത്തിനെതിരായ സായുധ കലാപം തുടങ്ങിയ കടുത്ത കുറ്റങ്ങൾ ചുമത്തി വധശിക്ഷകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിൽ നടപ്പിലാക്കിയ വധശിക്ഷകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. വിപ്ലവ കോടതികൾ വഴി തങ്ങളുടെ വിമർശകരെ നിയമത്തിൻ്റെ മറവിൽ തൂക്കിലെട്ടുന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇതിലൂടെ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ജനങ്ങളിൽ കടുത്ത ഭയം വിതയ്ക്കാനും അതുവഴി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും അവർക്ക് സാധിച്ചേക്കും. കൂടാതെ രാജ്യത്തിനകത്തുള്ള വിമർശകരെ മാത്രമല്ല, വിദേശ മണ്ണിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഇറാനിയൻ മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളെയും വാടക കൊലയാളികളെയും ഇറാൻ ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ട് എന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ലണ്ടനിൽ വെച്ച് ഇറാൻ ഇൻ്റർനാഷണൽ മാധ്യമപ്രവർത്തകരുടെ നേരെ നടന്ന വധശ്രമം ഇതിനൊരു ഉദാഹരണം മാത്രം. വിദേശ രാജ്യങ്ങളിൽ വെച്ച് പോലും തങ്ങളുടെ വിമർശകരെ വകവരുത്താൻ മടിക്കാത്ത ഒരു ഭരണകൂടം രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷ സ്വരങ്ങളെ എത്രത്തോളം ക്രൂരമായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുക എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. സാമ്പത്തിക തകർച്ചയും ഭരണകൂട ധൂർത്തും കാരണം ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അതിനെതിരെ ഉയരുന്ന ഏത് ചെറിയ പ്രതിഷേധത്തെയും കടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ആത്യന്തികമായി വിലയിരുത്തുമ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന കൂട്ടക്കല്ലറകൾ വിലാപയാത്രയിലെ അപകടങ്ങൾ മുന്നിൽ കണ്ട് നിർമ്മിച്ചതാണ് എങ്കിൽ കൂടി ഇറാൻ്റെ കറുത്ത ചരിത്രവും നിലവിലെ ക്രൂരമായ വധശിക്ഷാ രീതികളും ജനങ്ങളുടെ ഭീതിയെ ന്യായീകരിക്കുന്നതാണ്. വിയോജിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ഇറാൻ ഭരണകൂടം കൂട്ടക്കൊലകളിലൂടെ അല്ലെങ്കിലും ജുഡീഷ്യറിയെയും സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിച്ച് വിമർശകരെ ഓരോരുത്തരായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കടുത്ത സമ്മർദ്ദങ്ങളും മനുഷ്യാവകാശ സംഘടനകളുടെ ഇടപെടലുകളും ശക്തമാകാത്ത പക്ഷം വിയോജിപ്പുകളുടെ ശബ്ദം ഉയർത്തുന്ന മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഈ ഭരണകൂട ഭീകരത വരും നാളുകളിലും ഇറാനിൽ തുടരുമെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.